നമസ്കാരം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചും EDMനെ കുറിച്ചൊക്കെ പഠിച്ചു. ടോട്ടൽ സ്റ്റേഷന് ശേഷം അതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് GPS എന്ന് പറയുന്നത്. GPSൻ്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. അതാണ് നമ്മൾ GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് വഴി ആണ് നമ്മൾ ഈ റീഡിങ്സ് എടുക്കുന്നതും അതിൻ്റെ പ്ലോട്ടിങ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് GPS എന്ന് നമുക്ക് പഠിക്കാം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. EDM കഴിഞ്ഞു. ടോട്ടൽ സ്റ്റേഷന് ശേഷം നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എർത്ത് സർഫസിൻ്റെ 3 ഡയമെൻഷണൽ എക്സാക്റ്റ് ലൊക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ GPS ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ GPS നോർമലി നമ്മുടെ ഫോണിലും ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സർവേയിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, മിലിറ്ററി ഓപ്പറേഷൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ് വർക്കുകൾ, വെഹിക്കിൾ ട്രാക്കിങ്, ഫ്ലൈറ്റ് നാവിഗേഷൻ, കാർ നാവിഗേഷൻ, ഷിപ്പ് നാവിഗേഷൻ, അഗ്രികൾച്ചർ ആൻഡ് മാപ്പിംഗ്. ഇതിനൊക്കെ നമുക്ക് വളരെ ആക്യുറസിയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു മാപ്പിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആക്യുറസി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് GPS എന്ന് പറയുന്നത്. ഇത്രയും വർക്കുകൾക്കൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻപുട്ട്, അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ന് പറയുന്നത്, ഒരു സോഴ്സാണ് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS എന്ന് പറയുന്നത് നോക്കാം. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. GPS എന്നത് 24 സാറ്റലൈറ്റിൽ നിന്നും അവയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻസിൽ നിന്നും ഫോം ചെയ്ത ഒരു വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണെന്നാണ് പറയുന്നത്. 24 സാറ്റലൈറ്റിൽ നിന്ന് അവയുടെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും. അപ്പോൾ എന്താണ് 24 സാറ്റലൈറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 24 സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ സ്പേസിൽ ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ സാറ്റലൈറ്റ് എന്താ പറയുക, നമ്മുടെ ഭ്രമണപഥം എന്ന് പറയും അല്ലേ. നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മീതെയായിട്ട് നമുക്ക് ഭ്രമണപഥമുണ്ട്. ഈ ഭ്രമണപഥത്തിന് നമ്മളതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോ, മീഡിയം, അതുപോലെ സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓരോന്നിനും ഓരോ കമ്മ്യൂണിക്കേഷനാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. അതിലെ മീഡിയം റേഞ്ച്, മീഡിയം എർത്ത് സാറ്റലൈറ്റിലാണ് നമ്മുടെ സ്പേസിലാണ്, മീഡിയം എർത്ത് സ്പേസിലാണ് നമ്മൾ ഈ ഒരു സർവേയുമായിട്ട് കണക്ട് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ ഭ്രമണപഥത്തിൽ നമ്മുടെ ഈ ഓർബിറ്റിലെ 6 ഓർബിറ്റിലായിട്ട് ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റുകൾ വീതം, അങ്ങനെ 6 4 24 സാറ്റലൈറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിനെ 24 സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഓർബിറ്റിലെ 6 ഓർബിറ്റുകളിലായിട്ട് ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റുകൾ വീതം നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 24 സാറ്റലൈറ്റിൽ നിന്നും അവയുടെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും, അപ്പോൾ ഈ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിലുള്ള സ്റ്റേഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 5 സ്റ്റേഷൻ പോയിൻറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് സ്റ്റേഷൻ പോയിൻറ്റുകൾ ഭൂമിയിൽ. അപ്പോൾ അതിലേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ സാറ്റലൈറ്റ് വഴിയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് വരുന്നത്. അതുവഴി കിട്ടുന്ന, അതെങ്ങനെയാണ് വരുന്നത്, വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയോ നാവിഗേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഇൻഫോർമേഷൻസ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. ഇനി ഗ്രൗണ്ട് സ്റ്റേഷൻസ് സാറ്റലൈറ്റിൻ്റെ സ്പേസിലെ അവയുടെ കൃത്യമായ ലൊക്കേഷൻ നിർണ്ണയിക്കാൻ സാധിക്കും. ഈ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ഇത് കളക്ട് ചെയ്യാൻ മാത്രമല്ല, ഈ സാറ്റലൈറ്റുകളൊക്കെ എവിടെയാണ് അവർ എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരണം, ഇൻഫോർമേഷൻ തരാനായിട്ട് ആർക്ക് സാധിക്കുന്നു, ഈ ഗ്രൗണ്ട് സ്റ്റേഷനുകൾക്ക് സാധിക്കുന്നു. ഈ ഗ്രൗണ്ട് സ്റ്റേഷനിലാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, ഈ സാറ്റലൈറ്റുകളുടെ കൺട്രോള് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻസിലാണ്.
അവരിപ്പോൾ അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നാണ്. അത് 5 മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ഹവായി ഉണ്ട്, പിന്നെ അസ്നേഷൻ ഐലാൻഡ്, ഡീഗോ ഗ്രാസിയ, പിന്നെ കോജൻ ഇൻ കൊളറാഡോ സ്പ്രിങ്സ്. ഇങ്ങനൊരു 5 സ്റ്റേഷൻസുകൾ നമുക്ക് മോണിറ്ററിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമുക്ക് എന്തെടുക്കുന്നത്, ഈ സാറ്റലൈറ്റ് വഴിയുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നതും ഈ സാറ്റലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റേഷൻസുകളും ഈ 5 ഗ്രൗണ്ട് സ്റ്റേഷനുകളാണ്. അപ്പോൾ ഒരു GPS-ൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഈ 24 സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസിനെ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ വഴി നമുക്കത് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഈ ഗ്രൗണ്ട് സ്റ്റേഷനിലാണ് നമ്മളിതിൻ്റെ കൺട്രോൾസ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഈ ട്രയാങ്കുലേഷൻ യൂസ് ചെയ്ത് സാറ്റലൈറ്റ് റഫറൻസ് പോയിന്റുകളായി താരതമ്യപ്പെടുത്തുമ്പോൾ GPS-ൻ്റെ പൊസിഷൻ കിട്ടുന്ന ഒരു റേഡിയോ സിഗ്നൽ സാറ്റലൈറ്റിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം ഉപയോഗിച്ച് ഗ്രൗണ്ടിലെ GPS യൂണിറ്റ്സ് ഓരോ സാറ്റലൈറ്റുമായുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. എങ്ങനെയാണ് ഈ GPS-ൽ മെഷർമെൻറ്റ്സ് നടത്തുന്നത് എന്നാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു GPS വഴി എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. നമുക്കിത് പ്രാക്ടിക്കൽ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്കിത് വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ജസ്റ്റ് വായിച്ചത് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ട്രയാങ്കുലേഷൻ യൂസ് ചെയ്ത് സാറ്റലൈറ്റ് റഫറൻസ് പോയിന്റുകളായിട്ട് താരതമ്യപ്പെടുത്തി GPS പൊസിഷൻ കിട്ടുന്ന ഒരു റേഡിയോ സിഗ്നൽ സാറ്റലൈറ്റിലേക്ക് നമ്മൾ ആ GPS-മായി കണക്ട് ചെയ്തിട്ട് ആ റേഡിയോ സിഗ്നൽ സാറ്റലൈറ്റിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ഉപയോഗിച്ച് ഗ്രൗണ്ടിലെ GPS യൂണിറ്റ്സിൻ്റെ ഓരോ സാറ്റലൈറ്റുമായുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. അതായത് നമ്മുടെ ഗ്രൗണ്ടിലെ GPS യൂണിറ്റ്സ് സാറ്റലൈറ്റുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ GPS-ൻ്റെ പൊസിഷൻ കിട്ടുന്ന ഒരു റേഡിയോ സിഗ്നൽ അത് സാറ്റലൈറ്റിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ഒരു ടൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഗ്രൗണ്ടിലെ GPS യൂണിറ്റ്സുകളും സാറ്റലൈറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുന്നത്. ഗ്രൗണ്ടിലെ യൂണിറ്റ്സും സാറ്റലൈറ്റുമായിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് കണക്കാക്കുന്നത് ഒരു നിശ്ചിത ടൈമിൽ സാറ്റലൈറ്റുകളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ, അപ്പോൾ ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈമിനകത്ത് തന്നെ നമ്മൾ ആ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം റെഫറൻസ് പോയിന്റുകളായിട്ട് അത് പ്രവർത്തിക്കില്ല. നമ്മൾ പറഞ്ഞൊരു ട്രയാങ്കുലേഷൻ യൂസ് ചെയ്തിട്ട് റെഫറൻസ് പോയിന്റുകളായിട്ട് താരതമ്യപ്പെടുത്തുന്ന പറയുന്നത്. അപ്പോൾ അതിനാ എടുക്കുന്ന ടൈം GPS-ഉമായിട്ട് സാറ്റലൈറ്റുമായിട്ട് കണക്റ്റ് ആവുന്ന ആ ഒരു ടൈമിനകത്ത് തന്നെ ഈ ഒരു പ്രോസസ്സ് നടന്നില്ലെങ്കിൽ, ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന പ്രോസസ്സ് നടന്നില്ലെങ്കിൽ അതെന്തായി, അത് റെഫറൻസ് പോയിന്റുകളായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സാറ്റലൈറ്റ് വഴി നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വന്ന് അതുവഴി നമുക്കതിൻ്റെ ഇൻഫോർമേഷൻ ലഭ്യമാകുന്നു. ഇനി ഈ GPS-ന് 3 ഭാഗങ്ങളുണ്ടെന്നാണ്, 3 സെഗ്മെൻറ്റുകളുണ്ട് എന്ന് പറയുന്നത്. GPS-ന് 3 സെഗ്മെൻറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്പേസ് സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്. ഇങ്ങനെ 3 സെഗ്മെൻറ്റുകളായിട്ട് നമ്മൾ GPS-ന് തിരിച്ചിട്ടുണ്ട്. എന്താണ്? GPS-ന് നമ്മൾ 3 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്പേസ് സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്. ഇതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്കിത് വായിക്കാം. എന്താണ് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് സ്പേസുമായി ബന്ധപ്പെട്ടതാണ്. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ്. യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളിതിൻ്റെ തിയറിയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ സ്പേസ് സെഗ്മെൻറ്റിൽ നമ്മൾ പറയുന്നുണ്ട് 6 സർക്കുലർ ഓർബിറ്റ് പ്ലെയിനിൽ സ്ഥാപിച്ചിട്ടുള്ള കുറഞ്ഞത് 24 സാറ്റലൈറ്റുകൾ ചേർന്നതാണ് ഇതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഓർബിറ്റിന് 4 സാറ്റലൈറ്റ് ആണുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓരോ ഓർബിറ്റും ഇക്വേറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 55 ഡിഗ്രി ആംഗിളിലാണ് ചേർന്നിരിക്കുന്നത്. ഇക്വേറ്റർ എന്ന് പറയുന്നത് എന്താ? അതൊരു ഇമാജിനറി ലൈനാണ്. ഭൂമധ്യരേഖ എന്നൊക്കെ പറയില്ലേ നമ്മൾ.
നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് എത്ര ഡിഗ്രി? 55 ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ ഈ ഓർബിറ്റുകൾ നമുക്ക് കാണാം. നമ്മൾ ഈ ഭൂമിയുടെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ റൗണ്ടുകൾ, അതിൻ്റെ ഭ്രമണപഥം നമ്മൾ വരയ്ക്കുമ്പോൾ അത് ചെരിഞ്ഞിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ ഭൂമധ്യരേഖയെ താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരു 55 ഡിഗ്രി ആംഗിളിലാണ് ഈ ഓർബിറ്റുകൾ ചെരിഞ്ഞിരിക്കുന്നതാണ്. കൂടാതെ അവയുടെ 60 ഡിഗ്രി സാറ്റലൈറ്റുകളാണ് വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 2200 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും പറയുന്നു. ഈ സ്പേസ് സെഗ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ആ ഒരു ഭാഗം, അത് സ്പേസ് സെഗ്മെൻറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു. 6 ഓർബിറ്റിലായിട്ട് നമ്മൾ ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റുകൾ വഴി 24 സാറ്റലൈറ്റുകൾ നമ്മൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്? ഓരോ ഓർബിറ്റും നമ്മുടെ ഭൂമധ്യരേഖയുമായിട്ട് ഇക്വേറ്ററുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 65 ഡിഗ്രി ആംഗിളിലാണ് അത് ചെരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 20,200 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ സ്പേസ് സെഗ്മെൻറ്റ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സ്പേസ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന കാര്യത്തിൽ 2016 കണക്കനുസരിച്ചിട്ട് GPS നക്ഷത്ര സമൂഹത്തിൽ യഥാർത്ഥത്തിൽ 32 സാറ്റലൈറ്റുകളുണ്ട്. ഇപ്പോൾ 2016 കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ അത് 25 അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ 2016 കണക്കനുസരിച്ചിട്ട് ഇതിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? 32 സാറ്റലൈറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ എത്ര എണ്ണം വർക്കിംഗ് ആണെന്ന് പറയുന്നത്? 31 എണ്ണം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോ സാറ്റലൈറ്റിനും എർത്തിനെ വലം വയ്ക്കാനായിട്ട് 11 മണിക്കൂറും 56 മിനിറ്റും ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓരോ സാറ്റലൈറ്റിനും നമ്മുടെ എർത്തിനെ ഭ്രമണം ചെയ്യാനായിട്ട് 11 മണിക്കൂറും 56 സെക്കൻഡും ആവശ്യമാണ്. എക്സ്ട്രാ സാറ്റലൈറ്റ് GPS-ൻ്റെ റിസീവറിൻ്റെ കാൽക്കുലേഷൻ്റെ ആക്യുറസി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ എക്സ്ട്രാ നമുക്കൊരു സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ ആ ഒരു കാൽക്കുലേഷൻ്റെ ആക്യുറസി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. വർദ്ധിച്ച സാറ്റലൈറ്റിൻ്റെ കൺസ്റ്റലേഷൻസ് ഒരു നോൺ യൂണിഫോം സെറ്റപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് നിൽക്കുന്ന സാറ്റലൈറ്റിൽ ഈ കൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിൽക്കുന്നത് കൊണ്ട് വർദ്ധിച്ച ഈ സാറ്റലൈറ്റിൻ്റെ കൺസ്റ്റലേഷൻസ് ഒരു നോൺ യൂണിഫോം സെറ്റപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അതായത് ഒരു കൂട്ടമായിട്ട് നിന്നിരുന്നത് അതങ്ങനെ കൂട്ടമല്ലാതെ ഒരു യൂണിഫോം അല്ലാത്ത രീതിയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പേസ് സെഗ്മെൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ്. നമ്മൾ 25 ഓർബിറ്റ്, അതിൽ എത്ര ഡിഗ്രിയാണ് ഓർബിറ്റുകൾ എത്രയാണ് ചെരിഞ്ഞിരിക്കുന്നത്, 24 സാറ്റലൈറ്റുകൾ, അതിൽ നമ്മുടെ ഓർബിറ്റുകളുടെ ആ ഒരു ഭ്രമണപഥം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എത്ര ഹൈറ്റിലാണത് എത്ര ഹൈറ്റിലാണ് ഈ സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ നമ്മുടെ കണക്കനുസരിച്ചിട്ട് 2016 കണക്കനുസരിച്ചിട്ട് 32 എണ്ണം ഉണ്ട്. അതിൽ 31 എണ്ണം വർക്ക് ചെയ്യുന്നു. ഈ എക്സ്ട്രാ വരുന്ന സാറ്റലൈറ്റുകൾ നമുക്ക് കിട്ടുന്ന കാൽക്കുലേഷൻ്റെ ആക്യുറസി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ കൺസ്റ്റലേഷൻസ് ഒരു നോൺ യൂണിഫോമിലേക്ക് ചേഞ്ച് ആവുകയും ചെയ്യുന്നതായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇതാണ് സ്പേസ് സെഗ്മെൻറ്റ്. ഇത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നമുക്കിതിങ്ങനെ തിയറി പഠിച്ച് അത് പറയാമെന്ന് മാത്രമേ ഉള്ളതുള്ളൂ. പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് കൺട്രോൾ സെഗ്മെൻറ്റ്. ഈ കൺട്രോൾ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കണറൈസിങ് സാറ്റലൈറ്റ്സ് അറ്റോമിക് ക്ലോക്സ് കൈകാര്യം ചെയ്യുന്നു. കൂടാതെ ഓരോ സാറ്റലൈറ്റിനും ഇന്നർ ഓർബിറ്റൽ മോഡൽ എഫെമറീസ് ക്രമീകരിക്കുന്നു. അത് US എയർഫോഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഈ കൺട്രോൾ സെഗ്മെൻറ്റ് സിങ്കണറൈസ് ചെയ്യുന്നത് സാറ്റലൈറ്റ്സ് അറ്റോമിക് ക്ലോക്കുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ. അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആക്യുറസി ആയിട്ടുള്ള ഈ ആറ്റത്തിൻ്റെ പ്രകമ്പനം, അതായത് കമ്പന മൂലം അങ്ങനെയാണ് ഇതിൻ്റെ ടൈം നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ആക്യുറസി ആയിരിക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രകമ്പനം മൂലം ഉണ്ടാകും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ ക്ലോക്കിലെ സമയം നമ്മൾ പറയുന്നത് അറ്റോമിക് ക്ലോക്ക് എന്ന്. അപ്പോൾ ഈ അറ്റോമിക് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ആക്യുറസിയോട് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് അത്രയും ആക്യുറസിയോട് കൂടി നമുക്കിടാം. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അറ്റോമിക് ക്ലോക്കുകളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കൺട്രോൾ സെഗ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ കൂടാതെ ഓരോ സാറ്റലൈറ്റും ഇന്നർ ഓർബിറ്റൽ മോഡൽ എഫെമറീസ് ക്രമീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ എഫെമറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചാംഗം പോലെയുള്ള
അതായത് ഈ സ്ഥാനം, ഗ്രഹങ്ങളുടെ സ്ഥാനം, ഓർബിറ്റിൻ്റെ ഇതങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും നമുക്കിത് സഹായകമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് US എയർഫോഴ്സാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ കൺട്രോൾ സെഗ്മെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത് ഈ അറ്റോമിക് ക്ലോക്കാണ് ഈ സെഗ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അറ്റോമിക് ക്ലോക്കാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത്. അതായത് എഫിമെരിസ് ക്രമീകരിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ സെഗ്മെൻറ്റിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൺട്രോൾ സെഗ്മെൻറ്റിൽ പറയുന്നത് നമ്മളിതിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ യൂസർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂസർ സെഗ്മെൻറ്റ് അവരുടെ സ്ഥാനം കണക്കാക്കാൻ GPS റിസീവറുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഉപഭോക്താക്കൾക്കുള്ളതാണ്. നമ്മളെപ്പോലുള്ളവർ, ഇപ്പോൾ നമ്മൾ GPS ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. യൂസർ സെഗ്മെൻറ്റ് അവരുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതിൻ്റെ യൂസർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സെഗ്മെൻറ്റുകളാണ്. ഒന്നാമത്തേത് സ്പേസ് സെഗ്മെൻറ്റ്, രണ്ടാമത്തേത് അത് കൺട്രോൾ ചെയ്യുന്ന സെഗ്മെൻറ്റ്, മൂന്നാമത്തേത് അത് ഉപയോഗിക്കുന്ന സെഗ്മെൻറ്റ്. ഇങ്ങനെ 3 സെഗ്മെൻറ്റുകളായിട്ടാണ് നമ്മൾ GPS-നെ തരംതിരിച്ചിട്ടുള്ളത്. അടുത്തത് പറയുന്നതാണ് GPS-ൻ്റെ 3 കമ്പോണൻസുകളാണ് പറയുന്നത്. സാറ്റലൈറ്റ്, ഗ്രൗണ്ട് സ്റ്റേഷൻ, റിസീവർ. സാറ്റലൈറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? വിവരങ്ങളുടെ പൊസിഷൻ കൈമാറുന്നു. നമുക്ക് ഈ ഇൻഫോർമേഷനൊക്കെ കൈമാറുന്നത് സാറ്റലൈറ്റുകളാണ്. പിന്നെ ഗ്രൗണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്നതും ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതും ആരാണ്? ഗ്രൗണ്ട് സ്റ്റേഷൻസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. റിസീവർ എന്ന് പറഞ്ഞാൽ എന്താ? അത് സാറ്റലൈറ്റുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുകയും സാറ്റലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയും അതിൻ്റെ സ്ഥാനം കണക്കാക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ GPS നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ലേ? ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? റിസീവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണൻസുകളാണ് എന്തിനുള്ളത്? GPS-നുള്ളത്. എന്തൊക്കെയാണ്? സാറ്റലൈറ്റ്, ഗ്രൗണ്ട് സ്റ്റേഷൻ, റിസീവർ. സാറ്റലൈറ്റ് വഴി ഇൻഫോർമേഷൻ കിട്ടുന്നു, അത് ഗ്രൗണ്ട് സ്റ്റേഷനിൽ ശേഖരിക്കുന്നു, അതിനുശേഷം അത് റിസീവറിലേക്ക് ആവശ്യമുള്ള സമയത്ത് ആരാണോ ഇൻഫോർമേഷൻ ചോദിക്കുന്നത് അവർക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് റിസീവർ വഴി സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണൻസുകളാണ് GPS-ന് പറയുന്നത്. 3 സെഗ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു, 3 കമ്പോണൻസുകളെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് കമ്പോണൻസ് ഓഫ് GPS റിസീവറിൻ്റെ കുറച്ച് എങ്ങനെയാണ് GPS റിസീവറിൽ നമ്മളതിൻ്റെ റിസീവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കമ്പോണൻസുകൾ. ആൻറ്റിനാസ്, അതുപോലെ തന്നെ RF സെക്ഷൻ വിത്ത് സിഗ്നൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്, പിന്നെ മൈക്രോ പ്രോസസ്സർ ഫോർ റിസീവർ, പ്രിസിഷൻ ഓസിലേറ്റർ, പവർ സപ്ലൈ, യൂസർ ഇൻ്റർഫേസ്. ഇങ്ങനെ വരുന്ന ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ GPS റിസീവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയാം. പിന്നെ പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് GPS. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വലിയൊരു പ്രദേശം കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാനും വലിയ ഏരിയകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനും നമുക്ക് സാധിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? ഒരു പ്രസൻമെൻ്റ് ആവശ്യം നമുക്ക് ഇതിൽ വരുന്നില്ല, GPS-ൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് അല്ലാതെ ഒരൊറ്റൊരാളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പരമ്പരാഗത സർവേ രീതിയേക്കാൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സർവേകളേക്കാൾ കൂടുതൽ അക്യുറസിയോടുകൂടി ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്നു. പിന്നെന്താ? കാൽക്കുലേഷൻ വളരെ വേഗത്തിലും ഉയർന്ന അക്യുറസിയിലും ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ സ്റ്റേഷനിടയിലുള്ള വിസിബിലിറ്റി, പിന്നെ എന്തെങ്കിലും സ്റ്റേഷൻ പോയിന്റുകൾക്കിടയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് സർവേ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക്, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ലാൻഡ് സർവേ ഏറ്റവും വേഗത്തിലും കൃത്യതയോടും കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ GPS-ൻ്റെ കമ്പോണൻസ് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പത്തിൽ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം. മറ്റുള്ള സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് കൊണ്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള സർവേകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഹെവി ആയിട്ടുള്ളതുണ്ട്, എണ്ണം കൂടുതലുള്ളതുണ്ട്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നു. അതുപോലെ ചില GPS സിസ്റ്റത്തിൽ തത്സമയ ഡാറ്റ ഡെലിവറിക്കായി വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് ആ ഒരു അപ്പോഴത്തെ ലൈവ് ഡാറ്റ കളക്ഷനുമായിട്ട് നമുക്ക് അതിലൊരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. പിന്നെ സ്ഥിരമായ റെഫറൻസ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുമ്പോൾ മാനുവലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററുകൾ കുറയ്ക്കാനായിട്ട്, ഹ്യൂമൻ എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു.
അതുപോലെ തന്നെ ഹെവി കൺസ്ട്രക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും ഹെവി കൺസ്ട്രക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനും ടൈം മാനേജ്മെൻറ്റിനുമായിട്ട് നമ്മൾ ഈ മിഷൻ കൺട്രോൾ ടെക്നോളജി ഡെവലപ്മെൻറ്റ് നമ്മൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് കറക്റ്റ് മലയാളമാണ്, അതായത് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ കറക്റ്റ് മലയാളമാണ്. പക്ഷെ നിങ്ങളത് വായിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അതേപോലെ എഴുതി വയ്ക്കുക. ഇതിങ്ങനെ കാണാതെ പഠിച്ച് എഴുതി വയ്ക്കണമെന്നില്ല. അതിനാണ് ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അത് പറഞ്ഞു തന്നത്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തത് പറഞ്ഞതാണ് DGPS എന്താണെന്നാണ് പറയുന്നത്. DGPS ഇപ്പോൾ GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. DGPS എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് DGPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ DGPSും റിമോട്ട് സെൻസിങ്ങും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.